നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്നും. എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ ഇതുവരെ വന്ന ഞങ്ങളുടെ ഈ ഒരു മാസം പോലും ആകാത്ത ഈ ചാനലിൽ വളരെ ആവേശപൂർവം നല്ല മനസ്സുകൾ സ്വീകരിക്കുന്നുവെന്ന് അറിയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ തുടർന്നും ഇത് കാണുകയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഞങ്ങൾ താല്പര്യപ്പെടുന്നു. ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡൽഹിയിൽ നടന്ന ഒരു സംഭവമാണ്. ഇത് ആദ്യമായി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധികൾ RSS നേതാക്കളെ കണ്ടിരിക്കുന്നു. ഇത് ഇതുവരെ നടക്കാത്തൊരു സംഭവമാണ്. BJPയിലെ പ്രസിഡന്റ് ചൈനീസ് ഒരു ഡെലിഗേഷൻ നയിച്ചിട്ടുണ്ട് CPCയുടെ കാണാൻ വേണ്ടി. പക്ഷെ ആദ്യമായിട്ടാണ് RSSനെ, അതായത് RSS ആണ് BJPയുടെ പുറകിൽ എന്ന് ലോകത്തിന് ശരിക്കും ബോധം വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യയുമായിട്ട് എൻഗേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് രാജ്യവും RSSനെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു സന്ദേശമല്ലേ സർ ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്നത്? ചർച്ച ചെയ്യാൻ തിരഞ്ഞെടുത്ത ഇന്നത്തെ വിഷയം വളരെ സുപ്രധാനമായ ഒരു രാഷ്ട്രീയ വിഷയമാണ്. ഞാൻ താങ്കളെ അഭിനന്ദിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് അതിന്റെ പ്രാധാന്യം എന്തെന്ന് കേരളത്തിലെ പ്രാദേശിക മാധ്യമങ്ങളോ ടെലിവിഷൻ ചാനലുകളോ അതിന്റെ രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങളെ കുറിച്ചോ അതിന്റെ വരുംവരായികളെ സംബന്ധിച്ചോ യാതൊരു ചർച്ചയും നടത്താത്ത ഒരവസരത്തിൽ താങ്കൾ ഈ ചർച്ചയ്ക്ക് എന്നെ ക്ഷണിച്ചതിന് ഞാൻ നന്ദി പറയുകയാണ്. ലോക രാഷ്ട്രീയവും ഏഷ്യയിലെ രാഷ്ട്രീയവും ഇന്ത്യയിലും ചൈനയിലും നടക്കുന്ന സംഭവവികാസങ്ങളുടെയും മറ്റും വെളിച്ചത്തിൽ ഇന്നലെ ഡൽഹിയിൽ കേശവ് കുഞ്ചിൽ നടന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധികളും ഉന്നതതല പ്രതിനിധി സംഘം, ലോകത്തിലെ ഏറ്റവും വലിയ NGO ഗവൺമെന്റേതര സ്ഥാപനം അല്ലെങ്കിൽ പ്രസ്ഥാനമെന്ന് സ്വയം കാണുന്ന, ഒരുപക്ഷെ വാസ്തവമായിരിക്കാം, ഉള്ള RSSുമായി മുഖാമുഖം RSSന്റെ ഡൽഹിയിലെ തലസ്ഥാനത്ത്, ഞാൻ പുതിയ കേശവ് കുഞ്ചിൽ പോയിട്ടില്ല, ജണ്ടേവാലയിലെ വലിയ മഹാസൗധമാണെന്ന് കേൾക്കുന്നു. അവിടെ ചെന്ന് എല്ലാം 5 സ്റ്റാർ ആണ്. അതെ, 5 സ്റ്റാർ ആണ്. ഞാനത് കണ്ടിട്ടില്ല. പണ്ട് ജണ്ടേവാലയിലെ ചെറിയ അവരുടെ ഓഫീസാണ് എൻ്റെ മനസ്സിലുള്ളത്. എങ്കിൽ പോലും അറിഞ്ഞിടത്തോളം അവരുടെ കേന്ദ്ര സ്ഥാനത്ത്, കേന്ദ്ര ഓഫീസിൽ ചെന്ന് അവരുടെ ഏറ്റവും ഉയർന്ന, അന്ന് മോഹൻ ഭഗത് പുറത്തായതുകൊണ്ട് അവരുടെ RSSന്റെ തൊട്ടു താഴെയുള്ള നേതാക്കളാണ് അവരുമായി സംസാരിച്ചത്. ചൈനയിൽ നിന്ന് വന്ന ഡെലിഗേഷനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെയും ഉന്നതതല പ്രതിനിധികൾ, ഒരു വൈസ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയാവുന്ന നിലയിലുള്ള നേതാക്കളും ഉണ്ടായിരുന്നു. ഇത് ചരിത്ര പ്രസിദ്ധമാകാൻ പോവുകയാണ്. 2 കാര്യങ്ങൾ കൊണ്ട്. ഒന്ന്, ഞാൻ ഇത് വ്യക്തിപരമായ ഒരു കാര്യം സൂചിപ്പിക്കുന്നത് എന്നെ പറ്റി പറയാനല്ല, എൻ്റെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി 2003 വാജ്പേയി സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചൈനയിൽ ആദ്യം പോകാനുള്ള അവസരം ലഭിച്ചു. ആ പ്രധാനമന്ത്രിയുടെ കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അന്നത്തെ ഡെലിഗേഷനിൽ, ഇത് എൻ്റെ ഓർമ്മയിൽ ഞാൻ പറയുകയാണ്, RSS 2-3 പേരെ മാധ്യമ പ്രവർത്തകരുടെ വകുപ്പിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഒഫീഷ്യൽസിനെയും നമ്മുടെ മറ്റ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരുടെയും പ്രതിനിധികൾ. ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പ്രതിനിധിയായി പോകുന്നു. എന്നോടൊപ്പം ഉണ്ടായിരുന്ന ആ ടീമിൽ റാം മാധവ് ഉണ്ടായിരുന്നു. റാം മാധവ്, ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. 2003 റാം മാധവ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് വാജ്പേയിയുടെ വളർത്തുപുത്രിയുടെ ഭർത്താവ് മനോരഞ്ജൻ ഭട്ടാചാര്യയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഉണ്ടായിരുന്നു രഞ്ജൻ ഭട്ടാചാര്യ. MJ അക്ബർ, അന്ന് RSSന്റെയും BJPയുടെയും ഏറ്റവും അടുത്ത ബുദ്ധിജീവി സഹ അനുഭാവിയായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചത് നമ്മൾ കയറി കഴിഞ്ഞപ്പോൾ ആ ഡെലിഗേഷനിൽ കണ്ടിരുന്നു. അവരെൻ്റെ കൂടെയായിരുന്നു ചൈനയിൽ ബെയ്ജിങ്ങിലും ഷാങ്ഹായിലും ഒക്കെ പോയിരുന്നത്. അപ്പൊ അത് നമുക്കറിയാമല്ലോ, നമ്മൾ ഇത്തരത്തിലൊരു ഡെലിഗേഷനിൽ നമ്മൾ സംസാരിക്കും. ഞങ്ങളെ ഷാങ്ഹായ് സന്ദർശനത്തിൽ
ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ അല്ലെങ്കിൽ അത് ഫോം ചെയ്ത ഷാങ്ഹായിലെ ഹോട്ടൽ മുറിയിൽ ഞങ്ങളുടെ ആതിഥേയർ കൊണ്ടുപോയി. അവിടെ ഈ പറയുന്ന റാം മാധവും ഈ BJP സംഘവും വളരെ അത്ഭുതത്തോടു കൂടിയും വളരെ ആവേശകരവുമായി ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫോർമേഷനെ കുറിച്ചുമുള്ള ചരിത്രവുമായി അവർ ഇടപെടുകയും ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങളുടെ ചൈനീസ് പ്രതിനിധികളുമായി കണ്ട് അവരുമായി പ്രത്യേക ഒരു സംഭാഷണത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. അതായത് നമ്മളുടെ മാധ്യമപ്രവർത്തകരുടെ കൂടെയല്ല, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്ഭവവും വളർച്ചയെയും കുറിച്ച് സംസാരിക്കാനായിട്ട് ഈ RSS നിയോഗിച്ച റാം മാധവും വേറെ 2 പേര് കൂടി ഉണ്ട് അതിന്റെ ഓർമ്മയിൽ. അവർ സംസാരിക്കുകയും വളരെ ആവേശത്തോടു കൂടി എന്നെ പോലെ ഇടതുപക്ഷത്തുനിന്ന് പരസ്യമായ രാഷ്ട്രീയമുള്ള ആളുകളോട് പോലും സംസാരിക്കുകയും ചെയ്തു. അപ്പൊ എനിക്കത് വളരെ കൗതുകമുണ്ടായി. ഒരു ഇന്ത്യയിലെ വലതുപക്ഷ, അന്നും RSS ഒരു വലതുപക്ഷ ശക്തിയാണല്ലോ, അന്നും അവർ RSS ഒരു ഫാസിസ്റ്റ് ശക്തിയാണെന്ന് വിശ്വസിച്ചിരുന്ന ആളാണ് ഞാൻ. അപ്പൊ ഇന്ത്യയിലെ ഒരു വലതുപക്ഷ ഫാസിസ്റ്റ് പാർട്ടിയുടെ ബുദ്ധിജീവികൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ ചരിത്രത്തിൽ കാണിക്കുന്ന താല്പര്യം എന്നെ വളരെ അത്ഭുതപ്പെടുത്തി. അത് ഞാൻ അന്നത്തെ റിപ്പോർട്ടുകളിൽ എവിടെയോ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് ഓർമ്മ. എനിക്ക് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ ഞാൻ മലയാളം വാരികയിൽ എഴുതിയ എൻ്റെ ചൈന യാത്രയെക്കുറിച്ചുള്ള കുറിപ്പിൽ എവിടെയോ ഉണ്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ അത് പറയാൻ കാരണം 2003 കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ 22 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ചരിത്രം അതിൻ്റെ കൃത്യമായ ഘടികാരം അത് ഒരു വട്ടം കറങ്ങി ഇപ്പോൾ എത്തി നിൽക്കുന്നത് അവർ തമ്മിലുള്ള ഫ്രറ്റേണൽ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിലുള്ള ബന്ധത്തെ പറ്റി നമ്മൾ വിവരിക്കുമ്പോൾ ഫ്രറ്റേണൽ റിലേഷൻസ് എന്നാണ് പറയുന്നത്. സൗഹാർദ്ദത്തിനപ്പുറമുള്ള ഐക്യദാർഢ്യത്തിനെ സൂചിപ്പിക്കുന്നതാണ് ഫ്രറ്റേണൽ റിലേഷൻസ്. ചൈന ഒരുപാട് മാറി 2003 ശേഷം. ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമായിട്ടുള്ള ബന്ധമല്ല, ലോകത്തെ എല്ലാ വലത് ഇടതു വ്യത്യാസമില്ലാതെയുള്ള ഭരണ പ്രതിപക്ഷ കക്ഷികളുമായി സഹകരിക്കുന്നതിന് ഒരു പ്രത്യേക ഫോറം തന്നെ ചൈനയുടെ സെൻട്രൽ കമ്മിറ്റിയുടെ കീഴിലുണ്ട്. അപ്പൊ അത് ഈ BJPയെ കണ്ടത് ഒരു വാർത്തയല്ല. കാരണം ഈ 2003 ശേഷം 2011 അതിനുശേഷം 2021 BJPയുടെ പ്രതിനിധികൾ ഈ ബെയ്ജിങ്ങിൽ പോവുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുമായി സംസാരിക്കുകയും ചൈനയിൽ യാത്ര ചെയ്യുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള എഴുത്തുകളെല്ലാം ഓർഗനൈസർ അടക്കമുള്ള ഇതിൽ വന്നിട്ടുണ്ട്. പക്ഷെ കേരളത്തിലെ സഖാക്കളുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് അത്തരത്തിൽ ഗൗരവമായി കേരളത്തിലെ ഇടതുപക്ഷം കണ്ടിട്ടുണ്ടോ എന്നും അറിയില്ല. കാരണം കേരളത്തിലെ CPM-ഉം CPI-ക്കും ഇപ്പോഴും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സഹോദര പാർട്ടിയാണ്. സഹോദര പാർട്ടി, അതാണ് ഞാൻ ഫ്രറ്റേണൽ എന്ന് പറഞ്ഞ അർത്ഥം. വെറും സൗഹൃദ പാർട്ടിയല്ല. ശരി, ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിച്ചിട്ട് താങ്കൾ ചോദിച്ചോളൂ. ഇപ്പോൾ എത്തി നിൽക്കുന്നത് അത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഉള്ള സാഹോദര്യ ബന്ധത്തിന് തുല്യമെന്ന് പറയാകുന്ന ഒരു ബന്ധമാണ് ഇന്ന് ഇടത് വലത് വ്യത്യാസമില്ലാതെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ കാലമായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചറിവ് വളരെ പ്രധാനമാണ്. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ ഇത് ഒരു പടി കൂടി കടന്ന് കൃത്യമായി ഫാസിസ്റ്റ് എന്ന് ആഗോള ഇടതുപക്ഷം ഞാൻ പറയുന്നത് യൂറോപ്പിലും മറ്റുമുള്ള ഒരു നിലവാരം വെച്ചും ഇടതുപക്ഷമെന്നോ മധ്യ സ്ഥാനത്തുള്ള പാർട്ടിയെന്നോ വലതുപക്ഷ പാർട്ടിയെന്നോ മാത്രം പറയാത്ത ഹിന്ദുത്വ ഫാസിസ്റ്റ് രാഷ്ട്രീയ കക്ഷിയുടെ അതിന്റെ നിയന്ത്രിക്കുന്ന ഈ RSS എന്ന ഏക പുരുഷന്മാർക്ക് മാത്രം പ്രവേശനമുള്ള ഹിന്ദുത്വവാദികളുടെ നിത്യ അഭ്യാസം നടക്കുന്ന RSS-ഉമായി സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്നു എന്നുള്ളത് നമ്മൾ മലയാളികൾ അതിന്റെ എല്ലാ അർത്ഥതലത്തിലും മനസ്സിലാക്കണം. കാരണം ഞാൻ പോയ 2003 മുതൽ തന്നെ സാമ്രാജ്യത്വം എന്നൊരു വാക്ക് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പദാവലിയിലില്ല. അന്നുമില്ല, ഇന്നുമില്ല. തൊഴിലാളി വർഗം എന്ന വാക്ക് അന്നുമില്ല, ഇന്നുമില്ല. മാർക്സിസം പേരിന് ചില ഡോക്യുമെന്റുകളിൽ കാണുന്നുണ്ട്. ഇതാണ് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഞാൻ മനസ്സിലാക്കിയ അവസ്ഥ. പേരിന് മാർക്സിസം വിത്ത് ചൈനീസ് ക്യാരക്ടറിസ്റ്റിക്സ്, ചൈനയുടെ സവിശേഷതകളോടുകൂടി ഒരു മാർക്സിസ്റ്റം എന്ന് പലപ്പോഴും ചില ഡോക്യുമെന്റുകളുടെ അനുബന്ധം പോലെ ചേർക്കുന്ന ഒരു സൈദ്ധാന്തിക മാർക്സിസ്റ്റ് അടിത്തറയാണ് ചൈനയിലെ ഇന്നത്തെ ഭരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്.
ഇന്ത്യയിലെ കാര്യം താങ്കളോട് പറയണ്ട. ഇതാണ് അപ്പൊ ഇതിന്റെ ചരിത്ര പ്രാധാന്യം ഇതാണ് ചെറിയ. അത് തന്നെ ചരിത്രത്തിലേക്ക് വരും, ചരിത്ര പ്രാധാന്യത്തിലേക്ക് വരും. ഇന്ന് അത് കാണുമെന്ന് പറഞ്ഞത് അത് RSSനെ ലോകം അംഗീകരിക്കാൻ പോകുന്നു എന്നുള്ള ഒരു സൂചനയല്ലേ നൽകുന്നു? ലോകം അംഗീകരിച്ചല്ലോ. ലോകമെമ്പാടുമുള്ള വലതുപക്ഷ ഫാസിസ്റ്റ് വലിയ ഒരു മുന്നേറ്റത്തിന്റെ നടുക്കാണ് മോഡി. ട്രംപ്, പിന്നെ പുടിൻ, എല്ലായിടത്തും ഏകാധിപതികളും വലതുപക്ഷ ആളുകളും യൂറോപ്പിലും വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ, മെലോണി ഇറ്റലിയില്. അപ്പൊ ലോകം അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ വലതുപക്ഷം അംഗീകരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ട്രംപും മോഡിയും തമ്മിലുള്ള ബന്ധത്തിന്റെ സൈദ്ധാന്തിക അടിത്തറ മലയാളികൾക്ക് മനസ്സിലാവും. രണ്ടുപേരും ഏകാധിപത്യത്തിന്റെയും ന്യൂനപക്ഷ വിരുദ്ധതയുടെയും കുടിയേറ്റ വിരുദ്ധതയുടെയും ഒക്കെ അതേ ആശയ പരിസരം പങ്കിടുന്നവരാണ് ട്രംപും മറ്റു വലതുപക്ഷ ആളുകൾ. പക്ഷെ ഇവിടെ അതല്ല. ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ്, ഇപ്പോഴും സോഷ്യലിസ്റ്റ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഒരു വിഭാഗം ഇടതുപക്ഷമെങ്കിലും വിശ്വസിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ലോകത്തിൽ അവശേഷിക്കുന്ന ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അത് സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇല്ലെങ്കിലും ഏറ്റവും വലിയ പാർട്ടിയാണെന്നുള്ളത് യാതൊരു സംശയവുമില്ലല്ലോ അക്കാര്യത്തില്. ആ പാർട്ടി ഇന്ത്യയിലെ ഭരണ ഫാസിസ്റ്റ് പാർട്ടിയുടെ മാതൃസംഘടനയിൽ സംസാരിക്കുന്നു, ബന്ധം വയ്ക്കുന്നു, തുടരുന്നു. ഇത് എന്താണ് ഇതിന്റെ രാഷ്ട്രീയ അർത്ഥതലങ്ങളെന്ന് സത്യസന്ധമായി, ആത്മാർത്ഥമായി ഓരോ ജനാധിപത്യവാദിയും ഓരോ ഇടതുപക്ഷ പ്രവർത്തകനും ആലോചിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സാറ് പറഞ്ഞു വരുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ ഫാസിസവുമായി കൈകോർക്കാൻ ഒരു പ്രശ്നവും കാണുന്നില്ല. അതായത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ അന്തസ്സത്ത വിട്ടിരിക്കുന്നു. അത് വെറും ഒരു അധികാരം കൈയടക്കുന്ന വേറൊരു പാർട്ടിയായി മാറിയിരിക്കുന്നു എന്നാണോ പറഞ്ഞു വരുന്നത്? അല്ല, ഞാൻ പറയുന്നത് ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ സോവിയറ്റ് യൂണിയന്റെ പതനത്തിനു ശേഷം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരു ഗണനീയമായ ആഗോള ശക്തിയല്ല. ഭരണത്തിലുള്ള ക്യൂബ, നോർത്ത് കൊറിയ, വിയറ്റ്നാം, ഇവരെയാണ് ചില പരമ്പരാഗത ഇടതുപക്ഷം, കേരളത്തിലെ CPM, CPI അടക്കം സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ എന്ന് ഇവർ പരിഗണിക്കുന്നത് ചൈന, വിയറ്റ്നാം, നോർത്ത് കൊറിയ, ക്യൂബ തുടങ്ങിയ രാജ്യങ്ങളല്ലാതെ ഒന്നുമില്ല. ഭരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളല്ലാതെ എവിടെയും പ്രസക്തമായി ഇന്നത്തെ ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിലില്ല. അത് വളരെ ഭയത്തോടും ദുഃഖത്തോടും കൂടിയാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഇതിനർത്ഥം ഐഡിയോളജിക്കൽ, പ്രത്യയ ശാസ്ത്രപരമായ സാർവദേശീയ ബന്ധങ്ങളുടെ കാലം കഴിഞ്ഞിരിക്കുന്നു എന്ന് ചൈനയിലെ ഭരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാവരെയും പോലെ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സർവകക്ഷികളുമായി ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ നല്ല ബന്ധങ്ങളും സൗഹാർദ്ദ ബന്ധങ്ങളും ഉണ്ടാക്കണം. ഇതുകൊണ്ട് നാളെ CPM-ന്റെയും CPI-യുടെയും ഉള്ള സൗഹൃദ ബന്ധം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒഴിച്ചു കളയുമെന്ന് ഞാൻ പറയുന്നില്ല, തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഉള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുടെ ഒരു വളച്ചൊടിക്കലിന് ഞാൻ ഒരിക്കലും നിന്നു കൊടുക്കുകയില്ല. ബന്ധം തുടരും. അത് തന്നെയാണ് നാളെ CPM-നോട്, ബേബിയോട് ചോദിച്ചാലും അല്ലെങ്കിൽ ബിനോയ് വിശ്വത്തോട് ചോദിച്ചാലും നാളെ കിട്ടാൻ പോകുന്ന അർത്ഥം അവരൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് എല്ലാ ഭരണകക്ഷികളുമായി. അതിലെന്താണ് തെറ്റ്? ഞങ്ങളുമായിട്ടുള്ള ബന്ധം പ്രത്യയശാസ്ത്ര അടിസ്ഥാനത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിലുള്ള സവിശേഷ ബന്ധമാണെന്ന് അവർ പറയും. പക്ഷേ സവിശേഷ ബന്ധം കുറച്ചു വർഷങ്ങൾക്കിപ്പുറമല്ലേ ഉണ്ടായിട്ടുള്ളൂ. അതിനു മുൻപ് എങ്ങനെയാണ് കോൺഗ്രസും ചൈനയുമായി, കോൺഗ്രസ് നെഹ്റു നയിച്ച കോൺഗ്രസുമായിട്ട് ചൈനയിലെ മാവോ സെതുങ്ങിന്റെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബന്ധപ്പെടുക? അപ്പൊ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് വളരെ ദുഃഖകരമായ ആശയ ലോകത്തിനപ്പുറത്തുള്ള തൻകാര്യം മാത്രം നോക്കുന്ന ദേശരാഷ്ട്രങ്ങളുടെ ഒരു ആഗോള രാഷ്ട്രീയത്തിലാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ചെറിയാൻ എനിക്ക് മനസ്സിലാക്കിയെടുത്തോ. ഈ രണ്ട് പാർട്ടികളും, അതായത് BJP-യും CPC-യും തമ്മിൽ ഒരു സാമ്യമുണ്ട്. ആ സാമ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ചൈനയിൽ ഏക പാർട്ടി ഭരണമാണ് ബലത്തിൽ. ചെറിയ പേരുകളിൽ അതും ഇതൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യയിൽ RSS ആഗ്രഹിക്കുന്ന ഹിന്ദു രാഷ്ട്രത്തിലും ഏക കക്ഷി ഭരണമായിരിക്കും എന്നുള്ളതിന്റെ സൂചനകളാണ് കഴിഞ്ഞ 10 വർഷമായി നാം ഇന്ത്യയിൽ മോഡി ഭരണത്തിന് കീഴിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സാമ്യം മറക്കരുത്, പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാർ. കാരണം ഇടതുപക്ഷത്തുകാർ
ജനാധിപത്യ ഇടതുപക്ഷത്തിന്റെ ഭാഗത്താണ്. ജനാധിപത്യമാണ് സോഷ്യലിസത്തിന്റെ കാതൽ. ഉയർന്ന ജനാധിപത്യമാണ് സോഷ്യലിസത്തിന്റെ നമ്മുടെ ലക്ഷണം. അപ്പോൾ ഈ ചൈനീസ് ഭരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇവിടുത്തെ ഭരണ ഫാസിസ്റ്റ് പാർട്ടികളും തമ്മിൽ ചർച്ച ചെയ്യുന്നത് എന്തായിരിക്കും? എനിക്ക് ഉറപ്പുണ്ട്, എങ്ങനെ RSSനെ പോലെ ചൈനയിലും വളരെ പൗരസമൂഹത്തെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുടക്കീഴിൽ കൂടുതൽ കൊണ്ടുവരാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് താല്പര്യമുണ്ടാവും. അതേപോലെ ഇവിടുത്തെ RSSന് ചൈനയെ പോലെ ഇത്ര വിശാലമായ വിവിധ നമ്മളുടെ ഇന്ത്യ പോലെ തന്നെ വൈവിധ്യമാർന്ന സ്ഥലങ്ങളിൽ എങ്ങനെ ഒരു പാർട്ടിക്ക് അതിൻ്റെ സമസ്ത തലങ്ങളിലും അവരുടെ അധികാരം ഉറപ്പിക്കാം എന്നുള്ളത് അറിയാനായിട്ട് മോഹൻ ഭഗവത്തിനും RSS നാഗ്പൂരിനും കേശവ് കുഞ്ചിനും താല്പര്യം ഉണ്ടാവും. അതാണല്ലോ ഹിന്ദു രാഷ്ട്ര പദ്ധതിയുടെ അടിസ്ഥാനമായിട്ടുള്ള നീക്കം. അപ്പോ ഏകാധിപത്യത്തിന്റെ എങ്ങനെ പ്രവർത്തന മാർഗം ഏകപാർട്ടി ഭരണത്തിന്റെ എങ്ങനെ പ്രായോഗികമായി സഹകരിക്കാം എന്നുവരെ അവർ പരസ്പരം ആലോചിക്കാൻ ഇടയുണ്ട്. ഞാനത് സംസാരിച്ചു എന്ന് പറയുകയല്ല. പക്ഷെ നമ്മളെപ്പോലെ രാഷ്ട്രീയ സാക്ഷരതയുള്ള ആളുകൾ, താങ്കളെപ്പോലെ വളരെ ഉയർന്ന മാധ്യമ പിന്നെ അന്വേഷണാത്മകതയും ഇപ്പം നമ്മളെ പോലെയുള്ള മുതിർന്ന കേരളത്തിലെ ഇടതുപക്ഷ അനുഭാവികളും ഈ യാഥാർത്ഥ്യം കാണണം. കാരണം സാർവദേശീയത എന്നത് കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യം തന്നെയാണ്. ഇന്നും കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ അവൻ സാർവദേശീയതയിൽ വിശ്വസിക്കാം. എന്നാൽ ഇന്നത്തെ അധികാര ആഗോള രാഷ്ട്രീയത്തിൽ, വലതുപക്ഷ രാഷ്ട്രീയത്തിൽ സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണ ഒരു ഫാക്ടർ അല്ല. നിങ്ങൾ കണ്ടു, ഏറ്റവും അടുത്ത വെനിസുലയെ ആക്രമിക്കുന്ന, അന്ധമായി അതിനെ കീഴടക്കാനുള്ള അമേരിക്കൻ ശ്രമത്തിന്റെ മുമ്പിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും റഷ്യയിലെ പുച്ചിനും പ്രയോഗത്തിൽ എന്ത് ചെയ്തു? അവർ പിന്തുണ പ്രഖ്യാപിച്ചു. പക്ഷേ വെനിസുലയിൽ നിന്ന് ഓയിൽ മേടിക്കുകയും അവിടെ ഓയിൽ ഉൽപാദനം നടത്തുകയും ചെയ്യുന്ന ഈ പറയുന്ന റഷ്യയുടെ പുച്ചിനും ചൈനയുടെ സിയും ആ രാഷ്ട്രത്തിന്റെ രക്ഷയ്ക്ക് എന്ത് ചെയ്തു? ഈ ചോദ്യം ജനാധിപത്യ വിശ്വാസികളായ ജനാധിപത്യ ഇടതുപക്ഷം എവിടെയും തിരിച്ചറിയണം. നമ്മൾ ഒരു പുതിയ ലോകത്താണ്. നമ്മളുടെ ഇടതുപക്ഷത്തിന് പുതിയ അർത്ഥങ്ങളുണ്ട്. ലോകം മാറി വരികയാണ്. നാം അതനുസരിച്ച് നമ്മളുടെ മൂല്യാധിഷ്ഠിതമായ ഇടതുപക്ഷ രാഷ്ട്രീയം കൊണ്ടുപോകേണ്ടതുണ്ട്. സമയം അതിക്രമിച്ച് നിർത്തുന്നു. ഒരു കാര്യം മാത്രം ഞാൻ താങ്കളോടും പറയാം. എനിക്ക് 89 ബെർലിൻ ഒരു സ്കോളർഷിപ്പിൽ എൻ്റെ അടുത്ത സുഹൃത്ത് ചൈന ഡൽഹിയിലെ ഒരു പത്രപ്രവർത്തകനായിരുന്നു. അദ്ദേഹവും ഞാനും സിനമൻ സ്ക്വയറിലെ മസാക്കറിനെതിരെ ഉള്ള ബെർലിൻ റാലിയിൽ പങ്കെടുത്തു. പക്ഷേ ഞങ്ങൾ തമ്മിൽ വളരെ നല്ല ബന്ധമായിരുന്നു. അദ്ദേഹം ചൈന ഡെയിലിയുടെ 2ാമത്തെ ആളായിട്ട്, ഡെപ്യൂട്ടി എഡിറ്ററായിട്ട് റിട്ടയർ ചെയ്തു. പക്ഷെ അദ്ദേഹം ഇന്ത്യയിൽ വന്നപ്പോൾ, അത് എനിക്ക് തോന്നുന്ന ഒരു 5 വർഷം മുമ്പാണ്, അദ്ദേഹം ഇന്ത്യ വന്നപ്പോൾ എന്നെ കാണാൻ വിസമ്മതിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് നടക്കുന്നത് എന്ന്. എനിക്കൊരു വ്യക്തിപരമായ നഷ്ടം കൂടിയാണ്. ഞങ്ങൾ തമ്മിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇമെയിൽ ചെയ്യുമായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായത് അയാളൊരു പ്രാക്ടിക്കൽ കമ്മ്യൂണിസ്റ്റ് ചൈനക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രൊഫസറായിരുന്ന അച്ഛൻ കൾച്ചറൽ റെവല്യൂഷൻ സമയത്ത് പാഠങ്ങളിലേക്ക് പോയ ഒരു കക്ഷിയായിരുന്നു. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ചൈന മാറിക്കഴിഞ്ഞു എന്ന് നമുക്കൊക്കെ മനസ്സിലാവും. അത് ഈ മീറ്റിംഗ് അതിന്റെ, എനിക്ക് തോന്നുന്ന, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു താങ്കൾ പറഞ്ഞ പോലെ എന്ന് നമുക്ക് കാണാൻ കഴിയും. നന്ദി, നമസ്കാരം. വേറെ വിഷയമായി ഞങ്ങൾ വീണ്ടും